എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് 1341. പക്ഷേ ഈ ഉരുൾപൊട്ടലിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പല സ്ഥലത്തും ഇത് നേരത്തെ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. മലയാളിയുടെ ഒരു സ്വഭാവം, മലയാളിക്കൊരു കോമ്പൗണ്ട് വേണം. അത് എത്ര ചെറുതാണെങ്കിലും 3 സെൻറ്റ് ആണെങ്കിലും മതി, എനിക്കത് വേണം. ശരി, +2 കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. SSLC ബുക്കുണ്ടോ? ഇല്ല. ID കാർഡുണ്ടോ? ഇല്ല. ആധാർ കാർഡ്? ഇല്ല. ഒന്നുമില്ല. പ്രാണൻ കിട്ടിയിട്ട് അയാൾ വന്നിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇയാളെ ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഉടനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈമലത്ത് വന്നു. അതെ, നിങ്ങളുടെ പ്രശ്നം ഹൈക്കോടതിയിൽ ഇരിക്കുക, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. വൈകിട്ട് ഒരു 15 ദിവസത്തേക്ക് നിൽക്കുക ഈ ബഹളം. TV ചാനലുള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. TV ചാനലുകൾ മലയിറങ്ങുന്ന നിമിഷം പൊതുജനങ്ങളും മലയിറങ്ങും. മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റോറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ കൊണ്ടുവരുന്നത് ഈ താടിക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ പപ്പടം ചുട്ടെടുക്കുക, അല്ലെങ്കിൽ വീടി കത്തിക്കുക എന്നൊക്കെ പറയും. ഇതുപോലത്തെ ഏർപ്പാടാണ്. ഞാൻ കടൽ തീരത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നൂല് പിടിച്ചാൽ കടലിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ടാവും. എപ്പോഴേ അടിച്ചുകൊണ്ട് പോകുമെന്ന് അറിഞ്ഞൂടാ. അത്രയ്ക്ക് ഫ്രജൈലായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. ടി ജി, വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു സാഹചര്യവും സമയവുമാണിപ്പോൾ. അത്യാവശ്യം ബോധമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കും ഇപ്പോഴത്തെ വാർത്തകൾ കേട്ടുകൊണ്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വളരെ സങ്കടകരമായ അവസ്ഥകളാണ് വയനാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2017 ഓഖി ഉണ്ടായി, 2018 പ്രളയം, അതിനുശേഷം 19 കവളപ്പാറ, പുത്തുമല, പിന്നിങ്ങോട്ട് പെട്ടിമുടി, ഇപ്പോൾ വലിയ ഒരു ഉരുൾപൊട്ടൽ. ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഓരോ വലിയ ദുരന്തങ്ങൾ വരുമ്പോഴും കേരളം അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാര്യങ്ങളും എല്ലാവരും ജീവിക്കും. അതെ, എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നു. ശരിയാണ്, ആ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തങ്ങൾ വരുന്നു, അതിജീവിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് നേരിട്ട മനുഷ്യർക്ക് വളരെ വലിയൊരവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത്രയും മക്കളെ നഷ്ടപ്പെട്ടവർ, എല്ലാവരെയും നഷ്ടപ്പെട്ടവർ. അപ്പോൾ അതിജീവിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അതിജീവിക്കുന്നൊരു ഭംഗിവാക്കായിട്ട് ഉപയോഗിക്കാം. ഈ പറയുന്ന അനുഭവപ്പെട്ടവരാരും അതിജീവിക്കാനുള്ള സാധ്യതകൾ അവരിതൊക്കെ മറക്കും എന്നേ ഉള്ളൂ. കേരളത്തിൽ ഈ ഒരു ദുരന്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ പാടാണ്, പക്ഷേ എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അതെ, ഈ അതിജീവനം, വെല്ലുവിളിയും അതിജീവനവും, അതാണ് മനുഷ്യ ചരിത്രം. ആർണോൾഡ് ടോയിൻബിയൊക്കെ പറയാറുണ്ട്, ചലഞ്ച് ആൻഡ് റെസ്പോൺസ്. ചലഞ്ച് വരും, അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഒരു ഫിലോസോഫിക്കൽ സെൻസിൽ ഈ പറഞ്ഞ നമ്മൾ ദുരന്തം ഉണ്ടാകുന്നു, അതിജീവിക്കുന്നു, ദുരന്തം ഉണ്ടാകുന്നു, അതിജീവിക്കുന്നു, അതാണ് മൊത്തം മനുഷ്യരാശിയുടെ ജീവിതം എന്ന് നമുക്ക് സമാധാനിക്കാം. കേരളത്തിൽ നേരത്തെ തന്നെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നതാണ്, എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ സ്റ്റേബിളല്ല. കേരളത്തിൽ ഒരുപക്ഷെ നമ്മളുടെ ഒന്നും ഓർമ്മയിൽ ഭൂകമ്പം ഉണ്ടായിട്ടില്ല, മറ്റെല്ലാ സംഗതിയും ഉണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ ചെറിയ ഭൂചലനമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. എവിടെയോ ഒരു ഇളക്കം തട്ടിയിട്ടാണല്ലോ ഇത് പൊട്ടി പാഞ്ഞു വരുന്നത്. അപ്പോൾ പഴമക്കാർ ചോദിക്കും, നമ്മൾ കണ്ട ഏറ്റവും വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് 1341. അപ്പോൾ അന്ന് ഉണ്ടായ വെള്ളപ്പാച്ചിലിൽ പെരിയാറും അറബിക്കടലും കൂടെ നടത്തിയ താണ്ഡവത്തിലാണ് ഫോർട്ട് കൊച്ചി മുതൽ ചേർത്തല വരെയുള്ള കര പൊങ്ങി വരുന്നത്. ചേർത്തലയുടെ ഒറിജിനൽ പേര് കരപ്പുറം എന്നാണ്. ഇപ്പുറത്ത് ഫോർട്ട് കൊച്ചി അഴിമുഖം കഴിഞ്ഞാൽ അപ്പുറത്ത് വൈപ്പിൻ, അതും വെച്ചതാണ്, കടൽ വെച്ചതാണ്. വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള ആ സ്ട്രിപ്പ് വീതി വളരെ കുറഞ്ഞ് നീളം കൂടി. ഇപ്പുറത്ത് ഫോർട്ട് കൊച്ചി മുതൽ കുമ്പളങ്ങി വരെ വീതി കുറഞ്ഞ് നീളം കൂടിയ സ്ട്രിപ്പ്. അപ്പുറത്ത് വേമ്പനാട്ട് കായൽ, അവിടെ അരൂക്കുറ്റി മുതൽ
ചേർത്തല വരെ വേറൊരു സ്ട്രിപ്പ്, അതിനപ്പുറത്ത് വേമ്പനാട്ട് കായൽ. ഈ 2 വേമ്പനാട്ട് കായലും കൂടെ ചേർന്നിട്ട് കൈതപ്പുഴ കായലായിട്ട് അരുക്കുറ്റിയുടെ അവിടെ വന്നിട്ട് പിന്നെ വളരെ വിസ്തൃതമായിട്ട് ഇങ്ങനെ നമ്മളുടെ തേവര വന്ന് പിന്നെ എറണാകുളത്ത് വന്നിട്ട് ഫോർട്ട് കൊച്ചി പൊഴി വഴി പുറത്തേക്ക് പോകുന്നു. ഈ ഭൂപ്രകൃതി ഉണ്ടായത് 1341 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല, അതിനു മുമ്പും ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പലവിധ തർക്കങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ തമ്മിലുണ്ടാവില്ല. ഏതായാലും കൂടുതൽ പേരും വിശ്വസിക്കുന്നത് 1341 ആണ് ഈ നമ്മളൊക്കെ ഇപ്പോൾ ഈ ജീവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് എറണാകുളമല്ല, അക്കര. അപ്പോൾ അന്ന് ഈ പറഞ്ഞ കയ്യേറ്റമില്ല, ഡാമില്ല, തേയിലത്തോട്ടങ്ങളില്ല, മലമുകളിലൊന്നും തന്നെ ആൾതാമസമില്ല. ഉണ്ടെങ്കിൽ തന്നെ വല്ല ആദിവാസികളോ ആരെങ്കിലും ഏറുമാടം കെട്ടി താമസിക്കുന്നവരോ ഉണ്ടായിരുന്നിരിക്കാം. അന്ന് എന്തായിരുന്നു ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണം? അപ്പോൾ പ്രകൃതിക്ഷോഭം തന്നെത്താനെ ഉണ്ടാകുന്നതുമായ ഒരു പ്രതിഭാസമാണ്. എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും മനുഷ്യനിർമ്മിതമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലതൊക്കെ തന്നെത്താനെ ഉണ്ടാകുന്നതാണ്. അതിലൊന്ന് ഭൂകമ്പമാണ്. ഭൂകമ്പം നമുക്ക് മനഃപൂർവ്വം ഉണ്ടാക്കാനൊന്നും സാധ്യമല്ല. ഭൂമിയിൽ കൊട്ടുപടിയിട്ടൊരു 10-100 പേര് ഇടിച്ചു കഴിഞ്ഞാലൊന്നും ഭൂകമ്പം ഉണ്ടാവില്ല. അത് കൂടുതലും നാച്ചുറൽ ഫിനോമിനയാണ്. പക്ഷേ ഈ ഉരുൾപൊട്ടലിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പല സ്ഥലത്തും ഇത് നേരത്തെ തന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. 1986 മുതൽ ഈ പ്രദേശത്തെ ചൊല്ലി വേവലാതിപ്പെട്ടവരുണ്ട്. മൊത്തം വയനാടിനെ പറ്റിയും പിന്നെ സ്പെഷ്യലി ഈ ചൂരൽമല എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തെ പറ്റി, മേപ്പാടി, മുണ്ടക്കൈ, ഇതിനെപ്പറ്റി എല്ലാം വേവലാതിപ്പെട്ട ആൾക്കാരുണ്ട്. അവർ വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് തോന്നും, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാവില്ല. ഒരു മലയുടെ അടിവാരം നമ്മൾ തുറന്ന് വരുമ്പോൾ മല താഴത്തേക്കിരിക്കും. അത് മാറ്റർ ഓഫ് കോമൺ സെൻസ്. അപ്പോൾ ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച ധാരാളം പേരുണ്ട്. ഇപ്പോൾ ഭാഗികമായിട്ട് ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണെന്ന് പറയാം. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യും? നമുക്ക് കടൽ കയ്യേറാൻ പറ്റില്ല, കടൽ സമ്മതിക്കില്ല, കടലിൻ്റെ അടുത്ത് കളി നടക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അദാനിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ പുലിമുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം മനുഷ്യനാകെ ചെയ്യാവുന്നത് മല കയ്യേറുക എന്നുള്ളതാണ്. ജനസംഖ്യ കൂടി വരുന്നു, ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലം വേണം. മലയാളികൾ ഈ വെർട്ടിക്കൽ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്നില്ല. മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സിൽ താമസിക്കുന്ന ഏർപ്പാട് മലയാളികൾക്ക് വളരെ കുറവാണ്. എൻ്റെ അറിവിൽ എറണാകുളത്ത് തന്നെ എത്രയോ ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒരു 4th ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ ഒക്കുപ്പൈ ചെയ്യാൻ ആളെ കിട്ടില്ല. ഉണ്ട്, എന്നാലും പ്രയാസമാണ്. ഒരുപാടെണ്ണം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മലയാളിയുടെ ഒരു സ്വഭാവം, മലയാളിക്കൊരു കോമ്പൗണ്ട് വേണം. അത് എത്ര ചെറുതാണെങ്കിലും 3 സെൻറ്റാണെങ്കിലും മതി, എനിക്കത് വേണം എൻ്റെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സ്വഭാവം ഉള്ളതുകൊണ്ട് ഇത് കയ്യേറി തുടങ്ങും. അതിന് നമ്മൾ പല പേര് കുടിയേറ്റമാണ്, കയ്യേറ്റമാണ്, പതിച്ചു കൊടുത്തതാണ്, അങ്ങനെ ഇങ്ങനെ ന്യായങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാനിത് നമ്മളുടെ നാരായൺജിക്ക് വേണ്ടിയിട്ടൊരു വാർത്ത, പണ്ട് ഗുരുജി തിരുവനന്തപുരത്ത് വന്നതിൻ്റെ വാർത്ത, അപ്പോൾ അതന്വേഷിച്ച് കേരള കൗമുദിയിൽ അവരുടെ ആർക്കൈവ്സിൽ പോയി തപ്പിയിരുന്നു. ആ സമയത്ത് പത്രം ഞാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് ഈ ഉടുമ്പൻചോല തഹസിൽദാർ 30,000 ഏക്കർ പതിച്ചു കൊടുത്തു, മറ്റേ തഹസിൽദാർ 45,000 ഏക്കർ. തഹസിൽദാർമാർ തമ്മിലും മത്സരമാണ്. എന്നിട്ട് അതിൻ്റെ പത്ര റിപ്പോർട്ടും വരുത്തും. വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു കോളം വാർത്തയൊക്കെ ആയിട്ട് അത് കിടക്കുന്നത് നിസ്സാര സംഗതിയാണ്. 30,000 ഏക്കർ പതിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പതിച്ചു കൊടുത്ത് നമ്മൾ അവിടെ മുഴുവൻ ജനനിബിഡമാക്കി. ഇപ്പോൾ അത് ഇല്ലീഗലാണ് എന്ന് പറയാൻ പറ്റുമോ? അന്ന് പതിച്ചു കൊടുത്തുകൊണ്ടിരുന്നവർ ഇത് നശിച്ചു പോട്ടെ, മല ഇടിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. അതുമല്ല, അന്ന് നമുക്ക് കടുത്ത ഭക്ഷ്യക്ഷാമം, അപ്പോൾ കൃഷി ചെയ്യണം, കാട്ടിലേക്ക് ആൾക്കാർ പോകണം, കാട് മുഴുവൻ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ കാട് കൊടുക്കാൻ തുടങ്ങി നാട്ടുകാർക്ക്. അങ്ങനെ പിന്നെ അത് ടൗണായി, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതിങ്ങനെ ഒരു ക്യാൻസർ പോലെ ഇങ്ങനെ വർദ്ധിച്ച് വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ക്ഷോഭങ്ങളാണിത്. ഇത് നമുക്ക് മുഴുവനായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. ആകെയുള്ളത് നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് പറയുമല്ലോ, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്. ഈ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ
ഇത് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ട് എവിടെ നിങ്ങൾക്ക് ഏത് കെട്ടിടം പണിയാം എന്നൊക്കെ തീരുമാനിക്കണം. അങ്ങനൊരു പഠനം നടത്തിയ ആളാണ് മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ കേരളത്തോട് വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു കുറേ പ്രദേശങ്ങൾ ഇവിടെ കെട്ടിടങ്ങൾ വയ്ക്കരുത്, ഇവിടെ ഇടിയാൻ സാധ്യതയുണ്ട്, ഉറച്ച മണ്ണല്ല, ഇവിടുത്തെ മരങ്ങൾ വെട്ടരുത്, അതൊരു പ്രത്യേക ആവശ്യത്തിന് പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടായതാണ്, ആ മരങ്ങൾ വെട്ടാൻ പാടില്ല, ഇവിടെ ഒരു പ്രത്യേക ഹൈറ്റിൽ കൂടുതൽ കെട്ടിടങ്ങൾ വരാൻ പാടില്ല, ഇതിൽ മൃഗങ്ങൾ പോകുന്നതാണ്, അവിടെ തൊടാനേ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ജനറൽ ഗൈഡ് ലൈനാണ് മാധവ് ഗാഡ്ഗിലിൻ്റെ ഉള്ളത്. പക്ഷേ അദ്ദേഹം എന്തോ ദുഷ്ടനും കൊള്ളില്ലാത്തവനും മറാഠിയും തലയ്ക്ക് വെളിവില്ലാത്തവനും എന്നൊക്കെ പറഞ്ഞ് വാൻ സമരമൊക്കെ നടത്തി ഫോറസ്റ്റ് ഓഫീസിന് തീയിട്ട് ഫോറസ്റ്റ് ഓഫീസിലെ ഫയലുകൾ കത്തിച്ച് റെക്കോർഡ് നശിപ്പിക്കാനൊക്കെ ആയിട്ട് എന്തെല്ലാം ചെയ്തു. ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം അതിന് വളരെ വയലൻ്റായ സമരത്തിന് കൂട്ടുനിന്നിരുന്നു. അത് ശരിയല്ല എന്ന് പറഞ്ഞതിനാണ് PT തോമസിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ PT തോമസിൻ്റെ ശവശരീരവുമായിട്ട് യാത്ര നടത്തുകയൊക്കെ ചെയ്തു. വല്ലാത്ത ദ്രോഹങ്ങളൊക്കെ ചെയ്തു. പിന്നെ അത് കസ്തൂരി രംഗന് കൊടുത്തു, അദ്ദേഹം ആ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കുകയോ എന്തോ ചെയ്തു. പിന്നെ അത് ഉമ്മൻ കൊടുത്തു, ഉമ്മൻ കമ്മിറ്റി വന്നു. ഇങ്ങനെ നമ്മളിട്ടത് കളിച്ചുകൊണ്ടിരുന്നു, ഒരു ആക്ഷനും എടുത്തില്ല. എത്ര വർഷമായി? മാധവ് ഗാഡ്ഗിലിന് നമ്മളോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാധവ് ഗാഡ്ഗിൽ കേരളം മാത്രമല്ല പഠിച്ചത്, കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര മൊത്തം പശ്ചിമഘട്ടത്തിൻ്റെ കിടപ്പ് നോക്കിയിട്ട് അതിൻ്റെ രണ്ട് വശത്തുള്ള സംസ്ഥാനങ്ങൾക്കായിട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിന് കേരളത്തിൻ്റെ ഒരു ചാപ്റ്ററുണ്ട്, കേരളത്തെ സ്പർശിക്കുന്നത്. അതിനെ ചൊല്ലിയാണ് നമ്മൾ ഈ ബഹളം നടത്തിയത്. മൊത്തം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ചൊല്ലിയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടായില്ല. അവർ കുറേയധികം കെയർഫുള്ളായിട്ട് ചെയ്തു. അവരും അല്പസ്വല്പം കയറിയിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. ഹ്യൂമൻ ടെൻഡൻസിയാണല്ലോ കയ്യേറ്റം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇത്രയും ചെറിയ സ്ട്രിപ്പായിട്ട് നമ്മൾ വേണ്ട ഒരു കരുതലോടെയല്ല ജീവിക്കുന്നത്. നമ്മളെന്തോ ഡെക്കാൻ പീഠഭൂമിയിൽ ജീവിക്കുന്ന പോലെ ഉറച്ച മണ്ണിൽ ജീവിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയല്ല. നമുക്ക് ഉറച്ച മണ്ണ് തീരെ കുറവാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ഇറങ്ങി വരുന്നു, കടലിലേക്ക് പോകുന്നു. ഈ സ്ലോപ്പിനും കടലിനിടയ്ക്ക് ഒരല്പം ചെരിവുള്ള ഇടനാട് ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ബാക്കി ഈ സ്ലോപ്പിലാണ്. സ്ലോപ്പിൽ നമ്മൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇടിഞ്ഞു വീഴും. ഇതിന് പരിഹാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, മനുഷ്യന് ജീവിക്കണ്ടേ. ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിൻ്റെ ഗൈഡ് ലൈൻ ഒരു പരിഹാരമാണെന്ന് നമുക്ക് പറയാം. അത് തന്നെ ഇപ്പോൾ ഓൾറെഡി തെറ്റിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലത്തെങ്കിലും അത് നടപ്പാക്കാൻ നമ്മൾ തയ്യാറാവുമോ? അതാണ് ഇപ്പോൾ കയ്യിലുള്ളൊരു സയൻറ്റിഫിക് സ്റ്റഡി. ഇത് കൂടാതെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരും സർക്കാർ സംവിധാനമൊക്കെ ചേർന്നിട്ട് ഇത് മനുഷ്യനിർമ്മിതമല്ല എന്ന് പറഞ്ഞ് എഴുതി പഠനം വാങ്ങും. പഠനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ കിട്ടും, അറിയാമല്ലോ. ശാസ്ത്രജ്ഞന്മാർക്കും കാശ് കിട്ടിയാൽ പൊളിക്കുന്നുള്ളൂ. അവർ എങ്ങനെ എഴുതി തരും, ആ ലോജിക്ക് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതും കിട്ടാതിരിക്കില്ല. ഇതിൽ ബലിയാടായി പോകുന്നത് ഇതിനകത്ത് പെട്ടുപോകുന്ന മനുഷ്യരാണ്. പുനരധിവാസം. ഇപ്പോൾ വായുജിത്ത് ഇവിടെ കവളപ്പാറയിൽ പോയിട്ടില്ല? അതെ, കവളപ്പാറ. എന്തായിരുന്നു സ്ഥിതി? കവളപ്പാറയിൽ അവിടെ ഈ പറയുന്ന പോലെ പുനരധിവാസം എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എല്ലാവരും കഷ്ടപ്പാടിലാണ്. പലരെയും ഞങ്ങൾ കണ്ടവർക്കൊക്കെ ഉദ്ദേശിച്ച പോലെ പഴയൊരു ജീവിതം അവർക്ക് ഒരിക്കലും സാധ്യമായിട്ടില്ല. അതിൽ രക്ഷപ്പെട്ട ഒരാൾ, അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ ഞങ്ങൾ കണ്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. 6 മാസം മുന്നെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ മോശമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ജപ്തി സാഹചര്യങ്ങൾ നേരിടുകയാണ്. അങ്ങനെ ആർക്കും ഒരു പഴയ ജീവിതം അവിടെയും തിരിച്ചു കിട്ടിയിട്ടില്ല. സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി, പഴയ ജീവിതം കിട്ടില്ല, അത് പോയല്ലോ. അതെ. പക്ഷേ പിന്നീട് അവരുടെ ജീവിതം സ്റ്റേബിളായിരുന്നു. ആയിട്ടില്ല. അതെ, അവിടെയാണ് നമ്മുടെ വലിയ പരാജയം, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ. ഇപ്പം ഈ പറഞ്ഞ മുണ്ടക്കയിൽ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ, അയാൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. അയാളുടെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു. അയാൾ ഒറ്റയ്ക്കാണ് എങ്ങനെയോ ആരോ കൈപിടിച്ച് കയറ്റി ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നിരിക്കുന്നു.
ഇപ്പോൾ വലിയ അനൗൺസ്മെൻറ്റ് സംഗതിയൊക്കെ നടക്കുന്നു. നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെ, പിന്നെ സന്നദ്ധ സംഘടനകൾ ഒരുപാട് പേര്, ശോഭ ഗ്രൂപ്പ് ഞങ്ങൾ വീട് വെച്ച് തരാം അങ്ങനെയൊക്കെ പറയുന്നു. കാര്യമൊക്കെ ശരി. ഈ ചെറുപ്പക്കാരന് തുടർന്ന് പഠിക്കണം. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ +2 കഴിഞ്ഞതാണ്. ശരി, +2 കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. SSLC ബുക്കുണ്ടോ? ഇല്ല. ID കാർഡുണ്ടോ? ഇല്ല. ആധാർ കാർഡ്? ഇല്ല. ഒന്നുമില്ല. പ്രാണൻ കിട്ടിയിട്ട് അയാൾ വന്നിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇയാളെ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ TV ഒക്കെ മാറിക്കഴിയുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പോകുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടിഞ്ഞു വീഴുക, അതിൻ്റെ പിന്നാലെ പോകും. ഇയാൾ ഒറ്റയ്ക്കാവും. ഇയാൾ എന്ത് ചെയ്യാം? സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കുക. ഇപ്പോൾ 11 വയസ്സുള്ളൊരു കുട്ടിയാണെന്ന് വെച്ചോ, അവന് സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യില്ല. ഏത് ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യും? അവൻ പറയുന്നു ഞാൻ 7ാം ക്ലാസ്സിലാണ്. ശരി, എന്തെങ്കിലും ഒരു കടലാസ് വേണ്ടേ? ഇപ്പോൾ പുതിയ സ്കൂളുകാർ പറയും TC ഇല്ല, ഒരു കടലാസും ഇല്ല, നേരത്തെ പഠിച്ച സ്കൂളിലെ റെക്കോർഡ് അത് വെള്ളത്തിൽ പോയി, ഒന്നുമില്ല ഈ കൊച്ചിന്, ഇവനെ 7ാം ക്ലാസ്സിൽ ചേർക്കണം. എങ്ങനെ ചേർക്കും? DEOയ്ക്ക് എഴുതും, ഞങ്ങൾക്ക് ഇയാളെ എടുക്കാൻ പറ്റില്ല. DEO നോക്കുമ്പോൾ സർവീസ് റൂളിൽ ഇങ്ങനൊരു വകുപ്പില്ല. DEO ഡയറക്ടർക്ക് അയക്കും. അങ്ങനെ കിടക്കും അത് മാസങ്ങളോളം. അപ്പോൾ ഇതിന് ഒരു മന്ത്രിസഭാ തീരുമാനം ഉടനെ ഉണ്ടാവണം. എന്താണ് നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുകയില്ല. തടസ്സപ്പെടും. അത് മുഖ്യമന്ത്രി വന്ന് തടസ്സപ്പെടുന്നതല്ല, അതിനൊരു സംവിധാനം ഇല്ല. എന്ന് ഡിസ്കണക്റ്റ് വന്നല്ലോ ഇതിനിടയ്ക്ക്. ഇപ്പോൾ സ്കൂളുകൾ പറയും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്, ഏത് ക്ലാസ്സിലെടുക്കുക, എങ്ങനെ ചെയ്യണം, ചട്ടം അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടിയിട്ട്, ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചട്ടത്തിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കി, അത് മന്ത്രിസഭാ തീരുമാനം എടുത്ത് അത് GO ആക്കി, വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറി ഇറക്കി, അതിൻ്റെ കോപ്പി DEOയ്ക്ക് പോയിട്ട് DEO ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തിട്ടൊക്കെ ഈ സ്കൂളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? അച്ഛനും അമ്മയും ഇല്ല, ലോക്കൽ ഗാർഡിയൻ ആരാ ഇയാളുടെ? ആരെങ്കിലും ഒരു രക്ഷിതാവിൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞ് ഒപ്പിടാൻ ഒരാൾ വേണ്ടേ? ശരി, ഇനി അത് വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ അതിന് ഒരു ഗവൺമെൻറ് ഓർഡർ വേണം. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തുകൊണ്ട് ഇയാൾക്ക് മാത്രം ഈ ഒപ്പില്ലാതെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് യു വിൽ ലാൻഡ് അപ്പ് ഇൻ ബ്യൂറോക്രാറ്റിക് ട്രബിൾ. അതിലാണ് ഈ കവളപ്പറയിലെ ആൾക്കാരും കുരുങ്ങിയത്. അവസാനം ഇവർക്ക് ഒന്നും കിട്ടില്ല. വായുജ്യത്ത് ഞാൻ പറയുന്നു, ഒന്നും കിട്ടില്ല. ക്യാഷായിട്ട് നിങ്ങൾ ഇപ്പോഴെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കിട്ടും. അതല്ലാതെ ഈ പുനരധിവാസം എന്നൊക്കെ പറയുന്നത് ഈ നിയമത്തിൻ്റെ നൂലാമാലയിൽപ്പെട്ട് ഇല്ലാതെ പോകും. അതിനിടയ്ക്ക് ഒരാൾ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഉടനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈമലത്താൻ നോക്കും. അതേ, നിങ്ങളുടെ പ്രശ്നം ഹൈക്കോടതിയിൽ ഇരിക്കുക, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കവളപ്പാറയിൽ ഹൈക്കോടതിയിലാണ്. അത് തന്നെ, ഇത് തന്നെ മുണ്ടക്കൈക്കും സംഭവിക്കും. ഒരാൾ ഹൈക്കോടതി പോകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കും. ഹൈക്കോടതി പോയാൽ പിന്നെ കോടതിയില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോടതിയുടെ തീരുമാനം വരട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ കൂട്ടത്തിലെ ആൾ തന്നെയല്ലേ കോടതി പോയത്, കഴിഞ്ഞു. മന്ത്രിസഭയോട് ചോദിച്ചാൽ അവരും പറയും അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സബ്ജുഡീസായി പോകും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും കൈ കഴുകും. ഒരു 15 ദിവസത്തേക്ക് നിൽക്കി വിവാഹം. TV ചാനലുള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. TV ചാനലുകൾ മലയിറങ്ങുന്ന നിമിഷം പൊതുജനങ്ങളും മലയിറങ്ങും. പിന്നെ അവിടെ ഉള്ളവർ അവരുടെ ദുരിതം അവരുടെ തലയിലെടുത്ത് അവരനുഭവിക്കും. ഞാനിത് പറയുമ്പോൾ ഒരു ബാഡ് ഇത് ഭാവി അവർക്കുണ്ടാവണം, അവർക്ക് കഷ്ടപ്പെടുന്ന നിലനിൽക്കും എന്നുള്ളതല്ല, അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ്. എത്ര പേരെ നമ്മളിങ്ങനെ വഴിയാധാരമാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു പ്രകൃതിക്ഷോഭവും ഇല്ലാതെ വല്ലാർപാടത്ത് കുടിയൊഴിപ്പിച്ച ആൾക്കാർക്ക് ഇന്ന് വരെ താമസിക്കാൻ വേറെ സ്ഥലം കൊടുത്തിട്ടില്ല. എത്ര പേർക്ക് ഇപ്പോഴും കിട്ടാൻ ബാക്കിയുണ്ട്? ഇന്ന് നടന്ന സംഭവമാണ്, 2006-ലോ 2007-ലോ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ തന്നെ സ്ഥലം ഏറ്റെടുത്ത് പുറത്താക്കിയവർക്ക് നമ്മൾ സ്ഥലം കൊടുത്തിട്ടില്ല, പിന്നെയല്ലേ പ്രകൃതി പുറത്താക്കിയവരെ നോക്കാൻ പോകുന്നത്. ഈ വാചകമടിയല്ലാതെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ആണെങ്കിൽ, അത് വിശ്വസിക്കണമെങ്കിൽ ഇപ്പോൾ 5-6 ദിവസമായല്ലേ ഈ പ്രശ്നം തുടങ്ങിയിട്ട്, ഇതിനോടകം ഇവർക്ക് താമസിക്കാൻ പുതിയ വീട് വയ്ക്കാനുള്ള പ്ലോട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാ ഇന്ന പ്ലോട്ടുകളാണ്. ആ പ്ലോട്ടുകൾ ഏറ്റെടുക്കാനായിട്ട്
ലാൻഡ് അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് അധികാരമുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിനോടകം വന്നു കഴിയണം. ഇന്ന സ്ഥലത്ത് 60 സെൻറ്റ് സ്ഥലം, വേറൊരു 60 സെൻറ്റ് ഇവിടെയും, ഇങ്ങനെ പറഞ്ഞ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ നോട്ടീസ് ഇതിനോടകം വരണം. എങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകും. പ്രശ്നം സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. അത് സർക്കാരും മനസ്സിലാക്കുന്നില്ല, ഉദ്യോഗസ്ഥന്മാരും മനസ്സിലാക്കുന്നില്ല. പുനരധിവാസം ഒരു മരീചികയായിട്ട് തുടരും. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവരുടെ കാര്യം വലിയ കഷ്ടമാണ്. അതിന് 110 കാരണങ്ങൾ പറയും, ശാസ്ത്രജ്ഞന്മാരെ അഭിപ്രായം പറയും, വലിയ ഗ്രന്ഥങ്ങൾ ഇറക്കും, PhD എടുക്കും. അപ്പോഴും ഇയാൾ ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കും. അയാൾക്ക് റേഷൻ കാർഡ് എങ്ങനെ കൊടുക്കും? അത് കൊടുക്കാനൊരു സ്പെഷ്യൽ ഓർഡർ വേണം. ആ സ്പെഷ്യൽ ഓർഡർ തഹസിൽദാരുടെ കയ്യിൽ വന്ന് തഹസിൽദാർ ഇത് വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത് അങ്ങനെ ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് കടലാസിൽ തെളിവ് വേണ്ട. ആൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്, പക്ഷേ കടലാസിൽ ആളില്ല. ഈ അവസ്ഥയാണ് പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവരെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. പിന്നെ അവർ ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ആ കേസ് മുന്നോട്ട് പോവില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിന് സർക്കാർ കൗണ്ടർ ഫയൽ ചെയ്യണം. സർക്കാർ അപ്പോൾ തന്നെ 4 വീക്സ് സമയം ചോദിക്കും. ഹൈക്കോടതി 4 വീക്സ്, 1 മാസം പോയി. 1 മാസം കഴിഞ്ഞിട്ട് ഇവർ കൗണ്ടർ ഫയൽ ചെയ്യില്ല, കേസ് ലിസ്റ്റ് ചെയ്യുമില്ല. അങ്ങനെ കിടക്കുന്നത് വലിയ കഷ്ടമാണ്. ഈ പുനരധിവാസം എന്നുള്ളതിന് ഒപ്പം തന്നെ ഇതിന് പ്രതിരോധിക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? മാറി താമസിക്കൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്തൽ, അങ്ങനെ എന്തെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാതൃകകളോ? അങ്ങനൊരു ഒരു സ്വഭാവം മലയാളിക്കില്ല, മാറി താമസിക്കുക എന്നുള്ളത്. ഈ കൊടുങ്കാറ്റ് വരുമ്പോൾ, പ്രത്യേകിച്ചും വിശാഖപട്ടണം അല്ലെങ്കിൽ ഒഡീസ, ഇവിടെയൊക്കെ കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ നമുക്ക് കാണാം 1 ലക്ഷം പേരെ മാറ്റി താമസിപ്പിച്ചു. അതാണ് ഈ അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞത്, രാജ്യസഭയിൽ പറഞ്ഞത്. ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്, ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാറുണ്ട്, നിങ്ങളത് ചെയ്തില്ല. ശരിയാണ്, കേരളം അത് ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടില്ല കേരളം അത് ചെയ്യുന്നത്. എന്ത് മുന്നറിയിപ്പ് വന്നാലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറില്ല. മലയാളി മാറുകയില്ല, ആരും മാറി താമസിക്കാൻ പറയുകയുമില്ല. മുന്നറിയിപ്പ് അവിടെ കിടക്കും. അവസാനം വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൈയും കാലും ഇട്ടടിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുമാത്രമല്ല, 4ൽ പോയി കുരുങ്ങുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3 മാസം മുമ്പ് അവർക്ക് വാണിംഗ് കൊടുക്കും. യമനിൽ പോയി അവിടെ കുരുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് 3 മാസം മുമ്പേ ആ വാണിംഗ് കൊടുക്കും. അവിടെ പ്രശ്നമാണ്, നിങ്ങൾ തിരിച്ചു പോകാമെന്ന് പറയും. തിരിച്ചു വരില്ല. അവസാനം അവിടെ അടിയും വഴക്കും ബഹളവും ഒക്കെ ആയി കഴിയുമ്പോൾ അയ്യോ എന്നെ കൊണ്ടുപോകും. അപ്പോൾ സ്പെഷ്യൽ ഫ്ലൈറ്റ് അയച്ചിട്ട് VIP ആയിട്ട് മലയാളിയെ കൊണ്ടുവരണം. ഇത് മലയാളിയുടെ മാത്രം പ്രത്യേകതയാണ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ മാറി താമസിക്കാൻ പറഞ്ഞാൽ മാറി താമസിക്കും. പക്ഷെ മാറി താമസിപ്പിക്കാനുള്ള സഹായം സൗജന്യവും ഒക്കെ വേണം. അതിൽ സർക്കാരിൻ്റെ മെഷീനറി കൃത്യമായിട്ട് പ്രവർത്തിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണ്, കായൽ പ്രദേശമാണ്. കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ട് വെള്ളം കയറും. വെള്ളം കയറുന്ന പ്രദേശവും അറിയാം, ഏത് പ്രദേശം. ഞാൻ താമസിക്കുന്നത് ഏകദേശം തോടും കായലും പറമ്പും ഒക്കെ ഒരുപോലെ അങ്ങ് മുങ്ങിക്കിടക്കും. വീട്ടിനുള്ളിൽ കയറില്ല. അതിലൊരു അല്പം താഴ്ന്ന പ്രദേശമുണ്ട്, അവിടെ വീട്ടിൽ ഉള്ളിൽ കയറും. ഇവരെ എല്ലാം കൊണ്ടുപോയി സ്കൂളിൽ താമസിപ്പിക്കും. അപ്പോൾ അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായി എനിക്ക് വലിയ ഉത്സവകാലമാണ്. അവധി പ്രഖ്യാപിക്കും. ജൂണിലാണല്ലോ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്കൂൾ തുറന്ന പാടെ പൂട്ടും. സന്തോഷം. എല്ലാവർക്കും അവിടെ കഞ്ഞി, അത് ഇത് ഭക്ഷണം ഒക്കെ. ഒരു 10-15 ദിവസം അവിടെ താമസിച്ചിട്ട് ആൾക്കാർ തിരിച്ചു പോകും. ആ സ്വഭാവം ഇപ്പം ഇല്ല. ഇപ്പം മാറി താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മനപ്രയാസമാണ് ആൾക്കാർക്ക്. പ്രൈവസി ഇല്ലാതെ പോകും. ഇല്ല, ശരിയാണ്, പ്രൈവസി ഉണ്ടാവില്ല. ഒരു 15 ദിവസത്തേക്ക് പ്രൈവസി നിങ്ങളുടെ നഷ്ടപ്പെടും. പക്ഷേ പ്രാണൻ തിരിച്ചു കിട്ടും. അതിന് നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് മാറി താമസിക്കില്ല. ഇതൊക്കെ നമുക്ക് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് തന്നു, ശരി, കേന്ദ്രം മുന്നറിയിപ്പ് തന്നെ. കേരളത്തിന് സ്വന്തം സംവിധാനമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ ഇത് ഇടിഞ്ഞ് വീഴും കേട്ടോ എന്ന് നമുക്ക് നമ്മൾ മാറണ്ടേ. അതും ചെയ്തില്ല. ഞാൻ മാറാത്തതിന് കുറ്റം പറയുകയില്ല. അങ്ങനെ റിസ്ക് എടുക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ, മാറിക്കൊടുക്കുന്ന ആളുകളല്ല. ടി ജി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം
മലയിൽ താമസിച്ചാൽ ഉരുൾപൊട്ടൽ, താഴെയാണെങ്കിൽ വെള്ളം കയറും, ഇനി കടലുവക്കത്താണെങ്കിൽ കടൽ. ഇങ്ങനെ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സ്ഥലങ്ങളെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രദേശങ്ങൾ, എറണാകുളം പോലുള്ള പ്രദേശങ്ങൾ മുല്ലപ്പെരിയാർ പൊട്ടുമോ എല്ലാ വർഷവും വരുന്ന അത് അങ്ങനെ ഒരു പേടിയുണ്ട്. അപ്പോൾ അത് വേറൊരു പേടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് എങ്ങനെയാവും? ഇനി അതിന് പേടിക്കേണ്ടതുണ്ടോ? അത് പ്രശ്നത്തിലേക്ക് പോകും? അതെ, ഈ തീർത്താലും തീരാത്ത ഒരാശങ്കയായിട്ട് മുല്ലപ്പെരിയാർ നിൽക്കുന്നു. അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. മുല്ലപ്പെരിയാറിൻ്റെ സ്റ്റോറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ കൊണ്ടുവരുന്നത് ഈ താടിക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ എന്താ പപ്പടം ചുട്ടെടുക്കുക അല്ലെങ്കിൽ വീടി കത്തിക്കുക എന്നൊക്കെ പറയും, ഇതുപോലത്തെ ഏർപ്പാടാണ്. അത് ശരിയല്ല. മുല്ലപ്പെരിയാർ ശാസ്ത്രീയമായിട്ട് പഠനം നടത്തിയിട്ട് അത് സ്ട്രോങ് ആണ്, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് 2 തവണ സുപ്രീം കോടതി വരെ നമ്മൾ കേസ് നടത്തി സേഫായിട്ട് ഇരിക്കുകയാണ് മുല്ലപ്പെരിയാർ. അതിനൊരു ജോയിൻറ്റ് കമ്മിറ്റിയുണ്ട്, കേരളവും തമിഴ്നാടും ചേർന്നിട്ട്. അത് പീരിയോഡിക്കലി ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും തകരാറ് വന്നാൽ വരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുപിടിക്കും, പരിഹരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലെവൽ കുറയ്ക്കും. ഇതെല്ലാം ചെയ്യും മുല്ലപ്പെരിയാറിൽ. ആസ് സച്ച് മുല്ലപ്പെരിയാർ സേഫാണ്. ഇനി മുല്ലപ്പെരിയാറിൻ്റെ അടി നിങ്ങൾ മാന്തി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വീഴും. നിങ്ങൾ മാന്തുന്ന പോലെ ഇരിക്കും. നിങ്ങൾ മാന്തി മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ അടിയിൽ മാന്തി കഴിഞ്ഞാൽ ഇടുക്കി ഡാം പൊട്ടിപ്പോകും. മുല്ലപ്പെരിയാർ മാത്രമല്ലല്ലോ ഡാമുള്ളത്, എത്രയോ ഡാമുണ്ട് കേരളത്തിൽ. അതെല്ലാം പൊട്ടും ഇതുപോലെ നിങ്ങൾ മല മാന്തി കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോൾ ഈ മുണ്ടക്കൈ സംഭവം വെച്ചിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റി ഭീതി പരത്തുന്നത് ശരിയായ കാര്യമില്ല. മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ അറിയാമോ, 20.5 ഏക്കർ സ്ഥലത്ത് വിശാലമായ കാർ പാർക്കിംഗ്, കോഫി ഷോപ്പ്, അത് ഇതൊക്കെ കേരളം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഗാ കാർ പാർക്കിംഗ് പ്രോജക്റ്റ് എന്നാണ് അതിന് പേര്, മുല്ലപ്പെരിയാറിൽ. അപ്പോഴോ ആ കാർ പാർക്കിങ്ങിന് തമിഴ്നാട് സമ്മതിച്ചില്ല. കേരളം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയി. ഗ്രീൻ ട്രൈബ്യൂണലിൽ ഇതിന് അനുമതി കൊടുത്തു. തമിഴ്നാട് ആ അനുമതി ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. ഇത് കൂടാതെ ഈ 20.5 ഏക്കർ പാർക്ക് എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം ശേഖരിക്കുന്നതിന് ഉള്ളിലേക്ക് കയറിയാണ് കിടക്കുന്നതെന്നും അതുകൊണ്ട് 1886 ഒറിജിനൽ എഗ്രിമെൻറ്റ് 1970 അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ രണ്ടാമതുണ്ടാക്കിയ എഗ്രിമെൻറ്റ്, ഇതിൻ്റെയൊക്കെ ലംഘനമാണ് കേരളം നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് സ്യൂട്ട് കൊടുത്തു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി സർവേയറെ വെച്ചിട്ട് ഈ സ്ഥലം ഒന്ന് അളന്നിട്ട് ആരുടെ ഭാഗത്താണ് ഇത് കിടക്കുന്നത്, തമിഴ്നാടിൻ്റെ അല്ല സ്ഥലം, തമിഴ്നാടിന് നമ്മൾ ലീസ് കൊടുത്തതാണ്, ലീസ് കൊടുത്ത സ്ഥിതിക്ക് അത് എൻ്റെ ആണല്ലോ എന്നാണ് തമിഴ്നാടിൻ്റെ വാദം. ഞാൻ പാട്ടത്തിനെടുത്താൽ പിന്നെ എൻ്റെതാണ്, അതിനകത്ത് കയറി ചേട്ടൻ കാർ പാർക്ക് ഉണ്ടാക്കുന്നത് ശരിയല്ല, ഇതാണ് തമിഴ്നാടിൻ്റെ വാദം. അപ്പോൾ കാർ പാർക്ക് ഇതിനുള്ളിലാണോ പുറത്താണോ? സർവേയർ സർവേ ചെയ്തിട്ട് പറഞ്ഞു ഇത് തമിഴ്നാടിൻ്റെ പരിധിക്കുള്ളിൽപ്പെട്ടതല്ല, ലീസ് ലാൻഡിൻ്റെ പരിധിക്കുള്ളിലല്ല, ഇത് കേരളത്തിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. തമിഴ്നാട് വീണ്ടും ഒബ്ജക്ഷൻ ഫയൽ. ഈ സർവേ റിപ്പോർട്ട് അംഗീകരിക്കില്ല. കാരണം സർവേ റിപ്പോർട്ട് ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുള്ള റിപ്പോർട്ടാണ്. ലീസ് കൊടുത്തിരിക്കുന്ന ഈ വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അന്നത്തെ വാട്ടർ ലെവൽ എന്തായിരുന്നോ അവിടം വരെയുള്ള സ്ഥലം ഞങ്ങളുടെയാണ്. വാട്ടർ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യും. അത് വെച്ചിട്ട് സർവേ മാറ്റാൻ പറ്റുമോ? ഇത് അവസാനം ഇന്നലെയാണ് സുപ്രീം കോടതി അതിലെ ഇഷ്യൂസ് ഫ്രെയിം ചെയ്തു. ഇഷ്യൂ ഫ്രെയിം ചെയ്യുക എന്ന് പറയും. എന്താണ് പ്രശ്നം? 1, 2, 3, 4, 5, 6. ഇത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വാദം കേട്ടിട്ട് അവരുടെയും കൂടെ സമ്മതത്തോടെയാണ് ഇഷ്യൂ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എന്ന് തുടങ്ങിയ കേസ് എന്നറിയാം, 2017 മറ്റോ തുടങ്ങിയതാണ്. ഇപ്പം തന്നെ 74. ഇതൊക്കെയാണ് മുല്ലപ്പെരിയാറിലെ കളി. മുല്ലപ്പെരിയാറിൽ അങ്ങനെ കേരളം നിസ്സഹായമായിട്ട് നോക്കി നിൽക്കുന്നു, തമിഴ്നാട് അടിച്ചുകൊണ്ട് പോകുന്നു, ഇതൊന്നും ശരിയൊന്നുമല്ല. ഒരുപാട് ആക്ടിവിറ്റീസ് മുല്ലപ്പെരിയാറിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഡാമിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു കാര്യവും അവിടെ കേരളവും ചെയ്യുന്നില്ല, തമിഴ്നാടും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള വാദം നിലനിൽക്കില്ല. അതിലും ഭീകരമായ പ്രശ്നമാണ്
വിഴിഞ്ഞത്തുണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഈ പറയുന്നത് വിഴിഞ്ഞം പ്രോജക്റ്റിനെതിരായിട്ട് പറയുന്നു. പ്രോജക്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ മോഹൻദാസ് എതിര് പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ, ഹൂവാമൈ. പ്രശ്നം അതല്ല. ഈ ഒരു ഫിനോമിന നടക്കുന്നുണ്ട്. ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടി കെട്ടിയിട്ടുള്ള പുലിമുട്ടിൻ്റെ വടക്കോട്ട് കടൽ കയറി വരുന്നുണ്ട്, തെക്കോട്ട് കടൽ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് അവസാനം ഏതെങ്കിലും ഒരു ദിവസം കടൽ ഒരു പ്രദേശം അങ്ങോട്ട് നക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പം തന്നെ അതിന് പരിഹാരവും ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻവയൺമെൻറ്റൽ എൻജിനീയേഴ്സിൻ്റെ കയ്യിൽ ഇതിന് പരിഹാരവും ഉണ്ടാവും. അവർക്കറിയാം വൈ ദ സീ ഈസ് ബിഹേവിങ് ലൈക്ക് ദിസ്. പക്ഷേ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ പരിഹാരം ഉടനെ നടപ്പിലാക്കണ്ടേ? അത് ചെയ്യാതെ ഇങ്ങനെ എടുക്കും. ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇത് പറയും. ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, മോഹൻദാസിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നെ കൂടെ ചേർത്താണ് കടലെടുത്തുകൊണ്ട് പോകാൻ പോകുന്നത്. ഞാൻ കടൽ തീരത്ത് താമസിക്കുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നൂല് പിടിച്ചാൽ കടലിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ടാവും. എപ്പോഴേ അടിച്ചുകൊണ്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ഫ്രജൈലായിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഈ നമ്മൾ സീരിയസ് ആയ ത്രെറ്റും പെർസീവ്ഡ് ത്രെറ്റും തമ്മിൽ ഒരു വ്യത്യാസം കാണണം. മുല്ലപ്പെരിയാറിൽ ഒരുപാട് എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ടും സംഗതിയും ഒക്കെ പരിശോധിച്ച് ഫൈനലി ദ ഡാം ഈസ് ഇൻ ടാക്റ്റ് എന്ന് 2 തവണ സുപ്രീം കോടതി വിധിച്ചു കഴിഞ്ഞതാണ് മുല്ലപ്പെരിയാർ. അൺലെസ് യു ഡൂ സംതിങ് എക്സ്ട്രാ ദെയർ, ഡാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളാകെ എക്സ്ട്രാ ചെയ്യുന്നത് അവിടെ കാർ പാർക്ക് ഉണ്ടാക്കുന്നതാണ്. എന്തിനാണ് അത്രയും ഹൈറ്റിൽ അവിടെ കൊണ്ടുപോയി കാർ പാർക്കെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരള സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണിത്. ടൂറിസം വരുമെന്നോ ഒരുപാട് പേര് വരുമെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്തുമായിക്കോട്ടെ, സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അതിനെ ചൊല്ലിയാണ് 2017 മുതൽ ഇപ്പോൾ ഈ കേസ് നടക്കുന്നത്. അനാവശ്യമായൊരു കേസായിട്ട് എനിക്ക് തോന്നി അത് വായിച്ചപ്പോൾ. എനിവേ, കേരളം അങ്ങനെ ചെയ്യുന്നു. ബട്ട് ആ മുണ്ടക്കൈയിൽ സംഭവിച്ചതും മുല്ലപ്പെരിയാറിൽ സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ മുണ്ടക്കൈയിൽ സംഭവിച്ചതിൻ്റെ പാരലായിട്ട് അറബിക്കടലിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും സംഭവിക്കുന്നത്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഞാൻ ഈ പറഞ്ഞ ഏരിയ മുഴുവൻ മുനമ്പം മുതൽ അങ്ങ് ചേർത്തല, അഴീക്കൽ, വെട്ടക്കൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് തെക്കോട്ട് പൂമീൻപുഴി, ആ ഭാഗം വരെയൊക്കെ പോകും കര. അവിടെ എല്ലാം നോക്കിക്കോളൂ, ഈ സിലിക്ക കലർന്ന വെള്ള മണ്ണാണ് ആ ഏരിയ മൊത്തം. അവിടെ നിന്നാണ് സിലിക്ക മൈനിങ് നടത്തുന്നത്. ഇപ്പോൾ സിലിക്ക തന്നെ ഇല്ല. ഗ്ലാസ് ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു ആലപ്പുഴയിൽ. അപ്പോൾ അവിടുത്തെ മണ്ണ് എല്ലാം വെള്ള മണ്ണാണ്. പഞ്ചസാര മണൽ എന്ന് പറയുന്ന പോലെ പഞ്ചസാര കൂട്ടിയിട്ട പോലെയാണ് അവിടെ കുന്നുകളുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എല്ലാം നമ്മളിങ്ങനെ തിന്ന് തീർക്കുകയാണല്ല. ആ പ്രദേശം ഒക്കെ ഇതുപോലെ എക്കോളജിക്കലി ഫ്രജൈലാണ്. മലയെ പേടിക്കുന്ന പോലെ കടലിനെ നമ്മൾ പേടിക്കുന്നില്ല. നമ്മൾ വിചാരം കടൽ ഭിത്തി കെട്ടി ഇതങ്ങ് തടയാമെന്നാണ്. ഒരു ചുക്കുമില്ല. ഒറ്റ അടിക്ക് കടൽ ഭിത്തി ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് പണ്ട് മുതലേ ഈ കടലിൽ കല്ലിടുക എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടൽ ഭിത്തി കെട്ടാൻ സർക്കാർ തീരുമാനിക്കുന്നു. അതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയ ആൾ കടലിൽ കൊണ്ടുപോയി കല്ലിടും. കടലിൻ്റെ അതിരിൽ കല്ലിടുകയാണ്. 10 ലോറി 15 ലോറി ഒരു ദിവസം ഇട്ടു എന്നൊക്കെ പറയും. ഇത് കാണാൻ പറ്റില്ല, എണ്ണാനും പറ്റില്ല. കാരണം കടലിൽ പോയല്ലോ, താന്നു പോയി, എണ്ണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2-3 ലോറി അടിച്ചിട്ട് 15 ലോറിയുടെ കാശ് എഴുതി മേടിക്കുക. അങ്ങനെയാണ് കടലിൽ കല്ലിടുന്ന മുതലാളി എന്ന് പറഞ്ഞ് പേരുണ്ടായത്. ഇതുപോലെയാണ് കടലിൽ നിങ്ങളുടെ ഈ ഭിത്തിയൊന്നും കൊണ്ട് കടൽ നിൽക്കാൻ പോകുന്നില്ല. വിശ്വരൂപം കടലിൻ്റെ നമ്മൾ കണ്ടിട്ടില്ല. സുനാമിയുടെ സമയത്ത് ഒന്ന് കണ്ടു. സുനാമി ഞാൻ അന്ന് ഈ സേവാഭാരതിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു, ആലപ്പാട്. അയാൾ വിളിച്ച് ഞാൻ ചോദിച്ചു, എന്താ അവിടുത്തെ സ്ഥിതി, വെള്ളമൊക്കെ ഇറങ്ങിയോ? വെള്ളമൊക്കെ ഇറങ്ങി ചേട്ടാ. ഞാൻ പറഞ്ഞു, സമാധാനമല്ലേ, പിന്നെ ഇപ്പോൾ ഇത് നനഞ്ഞു എന്നല്ലേ ഉള്ളൂ. അയാൾ ചൂടായി. ചേട്ടൻ എന്താ വിചാരിച്ചത് സുനാമി എന്ന് പറഞ്ഞാൽ? വെറും വെള്ളമല്ല കയറി വരുന്നത്, ചെളിയാണ് കയറി വരുന്നത്. ഒരു 25 അടി പൊക്കത്തിൽ പായസം പോലത്തെ ചെളി ഇങ്ങോട്ട് കയറി വരികയാണ്. കുറേ വെള്ളം അതിലുണ്ട്. അത് സെറ്റിലായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ വെള്ളം തിരിച്ചങ്ങ് പോകും കടലിലേക്ക്. ചെളി സെറ്റിലാകും നമ്മുടെ മുറിയിലും, കംപ്ലീറ്റ് ബിൽഡിങ് മൂടി. ഇതാണ് സുനാമി. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും പറ്റില്ല. ഹൈ സ്പീഡിലാണ് ഈ സാധനം ഇങ്ങോട്ട് വരുന്നത്. അതാണ് സുനാമി. അതിൻ്റെ വിശ്വരൂപം കണ്ട കുറച്ച് പേരെ കേരളത്തിലുള്ളൂ. അന്ന് 156 പേരാണ് കേരളത്തിൽ മരിക്കുന്നത്. അതിൽ കൂടുതൽ
തമിഴ്നാട്ടിൽ മരിച്ചു. അതിഭീകരമായിട്ട്. തമിഴ്നാട്ടിനെ അന്ന് രക്ഷിച്ചത് സ്വാമി വിവേകാനന്ദനും ഐ തിങ്ക് തിരുവള്ളൂരും കൂടെയാണ്. നമ്മൾ കന്യാകുമാരിയെ രക്ഷിച്ചത്, അല്ലെങ്കിൽ കന്യാകുമാരി എടുത്തു കളഞ്ഞാണ് കടൽ. അതിഭയങ്കരമാണ് കടലിൻ്റെ ശക്തി. ഈ ഉരുൾപൊട്ടലൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള സ്ഥലത്ത്, ഞാൻ പറയുന്നത് ആൾക്കാരെ പേടിപ്പിക്കാൻ അങ്ങനെ കേരളം വിടാൻ അത് വിചാരിച്ചിട്ടല്ല. നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഗ്രോത്തേ നമുക്ക് പാടുള്ളൂ. ഗ്രോത്തിന് നമുക്കിപ്പോൾ ഒരു പ്ലാനും ഇല്ല. ചുമ്മാ സ്ഥലം വാങ്ങി, സ്ഥലമുണ്ട്, അവിടെ കയ്യേറുകയോ പിടിച്ച് പിടിച്ച് എങ്ങനെയെങ്കിലും അവിടെ വിടുവിക്കും. പിന്നെ കടയായി, കമ്പോളമായി, അപ്പോൾ പിന്നെ അവിടെ സ്കൂൾ വേണം, അങ്ങോട്ട് റോഡ് വേണം, റോഡ് ടാർ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ വളരുന്നത്. ഒരു പ്ലാനിങ്ങോ സംഗതിയോ ഒന്നുമില്ല. അപ്പോൾ അത് അവസാനിപ്പിച്ചിട്ട് ഇനിയെങ്കിലും നമ്മുടെ ജനസംഖ്യ ഇപ്പോൾ 4 കോടിയോട് അടുക്കുന്നു. ഇനിയെങ്കിലും പ്ലാൻ ചെയ്തിട്ട് മനുഷ്യന് താമസിക്കാനുള്ള സ്ഥലം, മറ്റ് കാര്യങ്ങൾക്കുള്ള കൃഷിക്കുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം തിരിച്ച് ആ ഏരിയ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടി ആരിടപെട്ടാലും അവിടെ കയ്യേറ്റം നടക്കാൻ സമ്മതിക്കരുത്. അത് കുടിയേറ്റം എന്നുള്ള പേരിലാണ്, ദരിദ്രമാണ്, ഒന്നുമില്ലെങ്കിൽ ശരി ഇവിടെ നിന്നോ അവിടെ പോകണ്ട എന്ന് പറഞ്ഞ് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ഇനിയും ആദ്യം പറഞ്ഞ പോലെ അപകടം അതിജീവനം ഈ സർക്കിൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും.